യെസ് കമ്മിങ്. ഓർമ്മയുണ്ടോ സൈമൺ എന്നെ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഹനീഫ് സാറോ, വരൂ സർ, ഇരിക്കൂ. സൈമൺ, ഇതെന്റെ കൊളീഗ് എസ് മായ. ഹലോ മാഡം, വരൂ, ഇരിക്കൂ. ഹലോ. മായ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സൈമൺ പീറ്റർ, എന്റെ പഴയ കൊളീഗ്. ഞങ്ങൾ പെരുവണ്ണാപുരം സ്റ്റേഷനിൽ 4-5 കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നു. ഇയാളിപ്പോ നഗരത്തിലെ പ്രമുഖർക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന നമ്പർ 1 പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ. അയ്യോ, കളിയാക്കല്ലേ ഹനീഫ് സാറേ, ജീവിച്ചു പൊക്കോട്ടെ. പറയൂ സൈമൺ, എങ്ങനെ പോകുന്നു തന്റെ ചാരപ്പണിയൊക്കെ? സാറിനോട് ഞാൻ എന്നാ പറയാനാ, ഡിപ്പാർട്ട്മെന്റിലെ ഷെർലക് ഹോംസ് അല്ലേ. എന്റെ ഓഫീസും ഈ വമ്പൻ സെറ്റപ്പും കണ്ടാൽ തന്നെ സാറിന് മനസ്സിലാകുമല്ലോ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സൈമ. അല്ല, സാറിപ്പോ ഇവിടെ? തന്റെ വിലപ്പെട്ട സമയം കളയുന്നില്ല, നേരെ കാര്യത്തിലോട്ട് വരാം. സ്മൃതിയെ തനിക്കെങ്ങനെ അറിയാം? സ്മൃതിയോ? അതാരാ? മിസ്റ്റർ സൈമൺ, എന്തിനാ വെറുതെ സമയം കളയുന്നേ? സത്യം പറഞ്ഞോളൂ, ഞങ്ങൾ വേഗം പോയിക്കോളാം. വേണ്ടമായ, സൈമൺ പറഞ്ഞോളും. ഇയാൾക്കെന്നെ ശരിക്കും അറിയാം, അല്ലേ സൈമ? അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാനാ സാർ? പിന്നെ ഞാൻ സാറിൻ്റെ പഴയ സബോർഡിനേറ്റ് അല്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ നഗരത്തിലെ പല പ്രമുഖരുടെയും സുഹൃത്താണ്. കഷ്ടം, തനിക്കെന്നെ അറിയാമെന്ന് ഞാൻ മായോട് പറഞ്ഞത് വെറുതെ ആയിപ്പോയല്ലോ. താൻ എന്നെ മറന്നു. എടാ സൈമ, നീ ബൂട്ട് കണ്ടോ? ഇതിൻ്റെ അടിയിൽ ഞെരങ്ങാത്ത ഒരു പ്രമുഖനുമില്ല ഈ പട്ടണത്തിൽ. പിന്നെയാണോ നീ? അതുകൊണ്ട് മായ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിയായി ഉത്തരം പറഞ്ഞോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. നീ പിന്നെ വെളിച്ചം കാണില്ല സൈമ. ചുമ്മാ പേടിപ്പിക്കല്ലേ സാറേ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് പറയാൻ എനിക്കാരെയും പേടിയില്ല. മിസ്റ്റർ സൈമൺ, ഈ ഫോട്ടോ കണ്ടോ? KGF 100 നീല ഫിയറ്റ് കാർ തൻ്റെയല്ലേ? ആണ്. അതുകൊണ്ട് എനിക്കൊരു ഫിയറ്റ് മാത്രമല്ല, വേറെ പല കാറുകളുമുണ്ട്. സൈമ, അധികം നാവാടണ്ട, ഉത്തരം മാത്രം പറയാ. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. ചുമ്മാ പോ സാറേ. അയ്യോ, ഞാൻ പറയാം സർ, അതെൻ്റെ കാറാണ്. ഇനി പറഞ്ഞോ, തനിക്ക് എങ്ങനെ സ്മൃതിയെ അറിയാം? അത് വേഗം പറഞ്ഞോളൂ, ഞങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോകുന്നതാണ് തൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അത് എൻ്റെ ഒരു ക്ലയൻറ്റ് ഫോളോ ചെയ്യാൻ ഏൽപ്പിച്ചതാണ്. ആ സ്മൃതിയുടെ വെയർഅബൌട്ട്സും മൊമെൻറ്റ്സും മാത്രം എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. നല്ല കാശും ഓഫർ ചെയ്തിരുന്നു. എന്നിട്ട് സൈമ, നീ എവിടം വരെ ഫോളോ ചെയ്തു ഈ കുട്ടിയെ? അത് കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞാൻ ഫോളോ ചെയ്തുള്ളൂ സാറേ. അത് കഴിഞ്ഞ് എനിക്ക് അർജൻറ്റായിട്ട് വേറൊരു ജോബ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം ക്ലയൻസിന് പാസ് ചെയ്തു. എൻ്റെ പേയ്മെൻറ്റും കംപ്ലീറ്റായി തന്നു. എനിക്ക് വേറെ ഒന്നും അറിയില്ല. നീ കാരണം ഈ കുട്ടി ഇന്നലെ രാത്രി വെടിയേറ്റ് മരിച്ചു. നീയാണ് അവളെ കൊന്നത്, അല്ലേ? സത്യം പറഞ്ഞോണം. അയ്യോ, ഞാനോ? അല്ല, ഞാനല്ല. എനിക്കറിയില്ല. ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടേയില്ല. സൈമ, നീ പെട്ടു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പെടുത്തും. അതുകൊണ്ട് വേഗം പറഞ്ഞോ, ആരാ നിന്റെ ആ ക്ലയൻറ്റ്? അയ്യോ സാറേ, അത് മാത്രം ചോദിക്കല്ലേ. അത് കോൺഫിഡൻഷ്യലാണ്. അത് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും. എന്നെ കൊന്നാലും ഞാനത് പറയില്ല. അവൻ്റെ ഒരു ബിസിനസ്. സൈമൺ, താനിങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ രാത്രി താൻ എവിടെയായിരുന്നു? അതെനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു.
എന്താ ഈ മുറിക്കുള്ളിൽ ഒരു മണം? ഞങ്ങൾ ഈ മുറിയിൽ കയറിയപ്പോഴേ എനിക്കത് കിട്ടി. എന്തിന്റെ മണമാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. എന്ത് മണം? നല്ല കഞ്ചാവിന്റെ മണം. ആ പാർട്ടിയിൽ നിന്നും കൊണ്ടുവന്നതാവും അല്ലേ? അത് പിന്നെ ആ ക്ലയന്റിന്റെ പേര് മര്യാദയ്ക്ക് പറഞ്ഞോ. ഇല്ലെങ്കിൽ ആ കഞ്ചാവ് ഞാൻ ഈ ഓഫീസിൽ നിന്നും തപ്പിയെടുക്കും. കഞ്ചാവ് കയ്യിൽ വെച്ചതിന് നിന്നെ തൂക്കി അകത്താക്കുകയും ചെയ്യും. പിന്നെ നീ ഊഹിച്ചോ നിന്റെ ബിസിനസിന്റെ ഒരു ഗതി. എന്താ മായ, തപ്പണോ അതോ സൈമൺ സാർ പേര് പറയുമോ? ഹേയ്, വേണ്ടി വരില്ല സർ. സൈമൺ സാർ ദേ ഇപ്പോ തരും ആ പേര്. അല്ലേ സൈമൺ? ബീന നമ്പ്യാർ, അതാണ് അവരുടെ പേര്. ബീനയോ? ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. മായ, പുറത്തു നിൽക്കുന്ന പോലീസുകാരോട് ഇവനെ തൂക്കി അകത്തിടാൻ പറ. ഇവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും എടുക്കണം. Yep. പിന്നെ ആ കാറും സീസ് ചെയ്യാൻ പറയണം. സർ. അവന്റെ ഒരു ദൈവസഹായം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. എന്തൊരു അടിയാണ് സർ അവന്റെ ചെവിക്കല്ലിന് കൊടുത്തത്. ഞാനത് പണ്ടേ ഓങ്ങി വെച്ചതാ. ഇപ്പോഴാ ഒന്ന് കൊടുക്കാൻ പറ്റിയത്. കളപ്പന്നി. സർ, ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാൻ? ഇനിയല്ലേ പ്ലാൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, ബീന നമ്പ്യാർ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് ഹനീഫ്. ഹായ് ബീന, വരൂ, ഇരിക്കെ. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആക്ച്വലി ഇല്ല. ഓഹോ, ഓക്കെ. ഇഫ് യു വാണ്ട് ടു പ്ലേ ദ ബോൾ ഹാർഡ്, വെൽ ഐ എം കീൻ ടു. ടെൽ മീ, വൈ ഡിഡ് യു? എന്തിനാണ് പാവം രാജയും സ്മൃതിയെയും നിങ്ങൾ കൊന്നുകളഞ്ഞത്? വാട്ട് ആർ യു സേയിങ് മിസ്റ്റർ ഹനീഫ്? ആരാണ് ഈ സ്മൃതിയും രാജിയും ഒക്കെ? മായ, can you please explain to her thoroughly? മിസ് ബീന, ഈ ഫോട്ടോ കണ്ടോ? ഇതിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് രാജി. ഏകദേശം 20 വയസ്സ് മാത്രമായിരുന്നു അവളുടെ പ്രായം. ഓൾമോസ്റ്റ് ഒരാഴ്ച മുൻപ് അവൾ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടു. അതും നെറ്റിയിൽ വെടിയേറ്റ്. ഒരേ ഒരു ബുള്ളറ്റ്. ദേ, ഈ ഫോട്ടോ കണ്ടോ? ഇതിൽ കാണുന്ന കുട്ടിയാണ് സ്മൃതി. ഏകദേശം 25 വയസ്സ് പ്രായം. 2 ദിവസം മുമ്പ് ഇവളും കൊല്ലപ്പെട്ടു. അതും നെറ്റിയിൽ വെടിയേറ്റ്. ഒരേ ഒരു ബുള്ളറ്റ്. ഞങ്ങളുടെ ഇതുവരെയുള്ള അറിവിൽ ഈ 2 പെൺകുട്ടികളും അനാഥരാണ്. അച്ഛൻ ആരാണെന്നറിയില്ല. 2 പേരുടെയും അമ്മമാർ ചെറുപ്പത്തിലേ മരിച്ചു. സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു വരുന്നതേയുള്ളൂ. ബീന, നിങ്ങളുടെ അച്ഛന്റെ അസുഖത്തിന്റെ പേര് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? സിക്കിൾ സെൽ ഡിസീസ്. യെസ്, സിക്കിൾ സെൽ ഡിസീസ്. പ്രഥമ ദൃഷ്ടിയാൽ ഈ 2 പെൺകുട്ടികൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രേതങ്ങളുടെ പ്രിലിമിനറി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 പേർക്കും ഈ അസുഖമുള്ളതായി സംശയം പറഞ്ഞു. ജനിതകമായി മാത്രം കിട്ടുന്ന ഈ അപൂർവ രോഗം നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു എന്ന് നിങ്ങളും പറയുന്നു. ഫൈനൽ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടും അത് കഴിഞ്ഞൊരു DNA ടെസ്റ്റും മതി രാജിയും സ്മൃതിയും നിങ്ങളുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ. ആ മിസ് ബീന, ഒരു കാര്യം പറയാൻ മറന്നു. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് സൈമൺ പീറ്റർ ഉണ്ടല്ലോ,
അയാൾ ഇന്നലെ മുതൽ എൻ്റെ കസ്റ്റഡിയിലാണ്. അച്ഛന്റെ സ്വത്തുക്കൾ ഭാഗം വെക്കാതിരിക്കാൻ കൊന്നുകളഞ്ഞല്ലോ ഈ 2 പാവം കുട്ടികളെയും. കഷ്ടം. അയ്യോ, എന്റെ കുഞ്ഞനിയത്തിമാരെ, നിങ്ങളും എന്നെ തനിച്ചാക്കി പോയോ? ആരാ നിങ്ങളോടിത് ചെയ്തത്? ഈ ലോകത്ത് നിങ്ങൾ കൂടെ എനിക്കുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് അന്നു മുതൽ നിങ്ങളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒന്ന് കാണുന്നതിന് മുമ്പ്, ഒന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളും എന്നെ ഒറ്റയ്ക്കാക്കി പോയോ? നിർത്തൂ ബീന, നിങ്ങളുടെ ഈ നാടകം. ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ നിങ്ങളുടെ വീടല്ല. സത്യമായും ഞാനല്ല എൻ്റെ അനിയത്തിമാരെ കൊല്ലിച്ചത്. നിങ്ങൾ വിശ്വസിക്കണം. ഒരിറ്റ സ്നേഹം കൊതിച്ച എനിക്ക് പുതിയ 2 അനിയത്തിമാരെ കൂടി കിട്ടിയതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ സൈമൺ പീറ്റർ എന്നൊരുത്തനെ ആ പാവങ്ങളുടെ പുറകെ വിട്ടത്? എന്തിനാണ് നിങ്ങൾ ആ പാവങ്ങളെ കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തക്കം കിട്ടുമ്പോ കൊല്ലാൻ. അല്ലെങ്കിൽ പറ. അയ്യോ, അല്ല, ഞാനല്ല. അത് വീണയുടെ ഐഡിയ ആയിരുന്നു. അവൾക്കായിരുന്നു അത് ചെയ്യണമെന്ന് നിർബന്ധം. കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് പുതിയ അവകാശികൾ വരുമ്പോൾ അവർ അതിന് ഞങ്ങളുടെ കുടുംബത്തിന് ചേർന്നവരാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം. അല്ലാതെ കൊല്ലാനല്ല. ഞങ്ങളത് ചെയ്യില്ല. എന്റെ മക്കളെ, മാപ്പ്. ഈ ചേച്ചിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മോളെ വീണേ, നീ ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങിക്കിടക്കുകയാണല്ലോ. ഞാനാണല്ലോ ഇത് മുഴുവൻ അനുഭവിക്കുന്നത്. എന്റെ ഈശ്വര. അവരെ അറസ്റ്റ് ചെയ്യട്ടെ സർ? അറസ്റ്റ് ഇപ്പോ വേണ്ട മായ. പക്ഷേ സർ, അവർ... യെസ് മായ, എനിക്കറിയാം, നന്നായി അറിയാം. പക്ഷെ എന്തോ എൻ്റെ മനസ്സ് പറയുന്നു സമയമായില്ല എന്ന്. ഓക്കെ സർ, ഐ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻസ്. മിസ് ബീന, നിങ്ങൾക്ക് പോകാം. താങ്ക് യു ഹനീഫ്. താങ്ക് യു മായ. മിസ് ബീന, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? സോറി ഹനീഫ്. അല്ല, ഇവിടെ നിന്നിറങ്ങി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാനൊരു താല്പര്യം. നേരെ JK ഹോസ്പിറ്റലിലേക്ക്, എന്റെ വീണയെ കാണാൻ. അവളല്ലാതെ ഇനി ഈ ലോകത്ത് വേറെ ആരുണ്ട് എനിക്ക്? എല്ലാം അവളോട് പറയണം. മയക്കത്തിലാണെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ അനിയത്തിമാർ ഈ ലോകത്തെന്നില്ല എന്ന് അവളോട് തുറന്നു പറഞ്ഞു. പൊട്ടിക്കരയണം എനിക്ക്. ഓക്കെ മിസ് ബീന, ഇനിയും വിളിപ്പിച്ചാൽ സ്റ്റേഷനിലേക്ക് വരണം. സർ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അൽഹംദുലില്ലാഹ്. മായ, ഇതുപോലൊരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് ഞാൻ മുമ്പ് അന്വേഷിച്ചിട്ടില്ല. ഒരേ രീതിയിൽ മരണപ്പെട്ട 2 പെൺകുട്ടികൾ. അവർക്ക് സിമിലർ ടൈപ്പ് ജനറ്റിക് ഡിസീസും അതേ ടൈപ്പ് ജനറ്റിക് ഡിസീസുള്ള മരിച്ചുപോയ കോടീശ്വരനായ ഒരാൾ. അയാൾക്ക് 2 പെൺമക്കൾ. അതിലൊരാൾ കഴിഞ്ഞ 5 മാസമായി ഒന്നിനും കഴിയാതെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ. ആ 2 കൊലപാതകവും നടത്താൻ വേണ്ട എല്ലാ മോട്ടീവ്സും കേപ്പബിലിറ്റിയും ആൾ സ്വാധീനം പണസ്വാധീനമുള്ള 2ാമത്തെ മകൾ. എന്റെ മുൻപുള്ള വഴികൾ പതിയെ അടഞ്ഞു വരികയാണല്ലോ പടച്ചവനെ. മായ, ഞാൻ ഇന്ന് വരെ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്. ബി വിത്ത് മീ. ഇത് വിജയിച്ചാൽ
2 ദിവസത്തിനകത്ത് നമ്മൾ ആ കൊലപാതകയെ പൊക്കും. ഇത് പരാജയപ്പെട്ടാൽ പിന്നെ ഈ ഹനീഫ് റാവുത്തർ ഈ പോലീസ് യൂണിഫോമിൽ ഉണ്ടാവില്ല. പടച്ചവനാണ് സത്യം. സർ, മോളെ, നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞനിയത്തിമാർ നമ്മളെ തനിച്ചാക്കി പോയി മോളെ. ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്ക്. നീ കൂടെ എന്നെ തനിച്ചാക്കി പോകല്ലേ മോളെ. എനിക്ക് പിന്നെ ആരുമില്ല. ആ ബീന, ഡോക്ടർ അലക്സ്, പറയൂ, എന്റെ വീണ തിരിച്ചു വരില്ലേ? പറയൂ ഡോക്ടർ. ഈ ലോകത്ത് എനിക്കവൾ മാത്രമേ ഉള്ളൂ. എനിക്കവൾ നഷ്ടപ്പെടാൻ പാടില്ല. എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം. കാം ഡൗൺ ബീന. എനിക്കറിയാം നിങ്ങൾ വീണയെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. മെഡിക്കൽ സയൻസിന് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാം. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കൂ, പ്രാർത്ഥിക്കൂ, എല്ലാം ശരിയാകും. ബീന! You liar! നിങ്ങളാണ് ആ പാവം പെൺകുട്ടികളെ കൊന്നത്. സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് ആ പാവങ്ങളെ കൊന്നുകളഞ്ഞത്. How brutal you are! നിങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ഇപ്പോൾ എന്റെ കയ്യിൽ തെളിവുകൾ ഇല്ലായിരിക്കാം. പക്ഷേ ഇനിയൊരു കൊലപാതകം കൂടെ ചെയ്യാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. സർ, എന്താണിത്? ഇതൊരു ഹോസ്പിറ്റലാണ്. മിസ്റ്റർ ഹനീഫ്, ശാന്തനാകൂ. നിങ്ങൾ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? ഷെയിം ഓൺ യു. സർ, ഇവരാണ് ആ പാവങ്ങളെ കൊന്നത്. ഇവരെ ഞാൻ പൂട്ടും. എനിക്കൊരു അവസരം കൂടി തരൂ സർ. ഹനീഫ് സാർ, നിങ്ങൾ ഇപ്പോൾ പുറത്തു പോകണം. വീണ എന്റെ പേഷ്യന്റാണ്. ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഒന്ന് പോടോ ഡോക്ടറെ. ഞാൻ വീണയോടല്ല, ഈ നിൽക്കുന്ന ബീനയോടാണ് പറയുന്നത്. നീ ചെവി നുള്ളിക്കോ ബീന. നിങ്ങളുടെ അച്ഛന് ആ മരിച്ചുപോയ 2 പെൺകുട്ടികൾ മാത്രമല്ല ജാരസന്തതികളായിട്ടുള്ളത്. ഒരാൾ കൂടെയുണ്ട്, നിഷ. അവളുടെ അഡ്രസ് ഫ്ലാറ്റ് നമ്പർ 2, കാരക്ക സ്ട്രീറ്റ്, കൈപ്പൻ താലൂക്ക്. ഇന്നു മുതൽ ഞാൻ അവൾക്ക് കാവലായിരിക്കും. നിങ്ങൾക്ക് അവളെ ഒന്ന് തൊടാൻ കൂടി കിട്ടില്ല. നോക്കിക്കോ. മിസ്റ്റർ ഹനീഫ്, സർ, വിടൂ സർ. ഹൗ ഡെയർ യു ഹനീഫ്? നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറായ ഈ സിറ്റിയുടെ കമ്മീഷണറെ തല്ലാൻ മാത്രം നിങ്ങൾക്ക് അഹങ്കാരമോ? യു ആർ അണ്ടർ അറസ്റ്റ്. മായ, handcuff him now. സർ, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ബീന. ദൈവം എന്നൊരാൾ മുകളിലുണ്ട്. നിങ്ങളോട് അവൻ ചോദിച്ചോളും. അയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഡോണ്ട് വെറി ബീന, അയാൾക്ക് ഭ്രാന്തായതാണ്. യു ജസ്റ്റ് റിലാക്സ്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് ഹാപ്പൻ ഹിയർ. 2 ദിവസം അകത്ത് കിടക്കുമ്പോൾ അവൻ പഠിച്ചോളും. ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാകില്ല. ഞാൻ ഉറപ്പ് തരുന്നു. വരട്ടെ. ദൂരെ കിഴക്കുതിക്കും മാണിക്യ ചെമ്പഴുക്ക. ദൂരെ കിഴക്കുതിക്കും. ഹലോ നിഷ, അടുത്തത് നീ. അയ്യോ, ആരാ നിങ്ങൾ? എന്തിനാ എന്റെ വീട്ടിൽ വന്നത്? അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ. Stop there. You are under arrest. ഇനി ഒരു അടി അനങ്ങിയാൽ I will shoot you. മായ, ആ ലൈറ്റ് ഓൺ ആക്ക്. എന്നിട്ട് ആ തോക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങ്.
ഈ മഹതിയുടെ മുഖം ഞാനൊന്ന് വൃത്തിയായി കണ്ടോട്ടെ. വീണ, നിങ്ങൾ? അതേ ഓഫീസർ, സംശയിക്കേണ്ട, ഞാൻ തന്നെ. 5 മാസമായി കോമയിൽ കഴിയുന്ന ഞാൻ തന്നെ. അറസ്റ്റ്. ബാക്കി ചോദ്യങ്ങൾ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട്. കം വിത്ത് മീ വീണ. വെൽക്കം മിസ് ബീന. എല്ലാം ഒന്ന് നേരിൽ അറിയിക്കാനാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ മോണിറ്റർ റൂമിൽ കൊണ്ടുവന്നത്. അതാ ആ ഗ്ലാസ് വിൻഡോയിൽ കൂടി നോക്കൂ. ദാറ്റ്സ് ദി ഇൻ്ററോഗേഷൻ റൂം. അവിടെ മായ നിങ്ങളുടെ സഹോദരി വീണയെ ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങും. താങ്ക് യു സർ ഫോർ ബ്രിങ്ങിങ് ഹർ ഇൻ. ഹാപ്പി ടു ഹെൽപ്പ് ഹനീഫ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഹനീഫ്. 5 മാസമായി കോമയിൽ കിടന്ന വീണ ഇപ്പോൾ ഇങ്ങനെയൊക്കെ. യെസ് ബീന, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ നിങ്ങളത് വീണയുടെ വായിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കൂ. ദേ, ഇൻ്ററോഗേഷൻ തുടങ്ങാറായി. വാട്ട് എ മിറക്കിൾ. 5 മാസമായി കോമയിൽ കിടന്നിരുന്ന വീണ ഇപ്പോൾ ഇതാ എൻ്റെ മുൻപിലിരിക്കുന്നു. എന്തൊരു അത്ഭുതം. സ്റ്റോപ്പ് ഇറ്റ്. നിന്റെ ആ ചിരി, ഇല്ലെങ്കിൽ നിന്നെയും ഞാൻ കൊല്ലും. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ സഹോദരിയുണ്ടല്ലോ ബീന, ആ ഭ്രാന്തി ഇപ്പൊ തന്നെ ഈ രാജ്യത്തെ കൊടികെട്ടിയ വക്കീലന്മാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും എന്നെ പുഷ്പം പോലെ പുറത്തിറക്കാൻ. ഭ്രാന്തിയോ? നിങ്ങളെ ഇത്രയും സ്നേഹിക്കുന്ന ബീന ഭ്രാന്തിയോ? സ്നേഹം അവൾക്കതിനു മാത്രമേ കഴിയൂ. അവളുടെ ഒരു സ്നേഹം, അതെ, അവൾ ഭ്രാന്തി തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങോ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഒടുവിൽ മരിക്കാറായപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഞങ്ങളുടെ തന്തയെ അവളിങ്ങനെ സ്നേഹിക്കുമോ? എന്നിട്ട് അയാൾക്ക് എങ്ങോ പിഴച്ചുണ്ടായ 2 പിള്ളേരെ എന്റെ കൂടെ സ്വത്തിന്റെ അവകാശികളാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുമോ? ഇപ്പോ എവിടെയാ അവകാശികൾ? ഇല്ല, ആരുമില്ല, എല്ലാരും പോയി. ഇനി ഞാൻ മാത്രമാകും ആ സ്വത്തിന്റെയൊക്കെ. വെൽ എക്സിക്യൂട്ടഡ് പ്ലാൻ. വെൽ ഡൺ വീണ. ഇനി നിങ്ങളുടെ കോമ മിറക്കിൾ കൂടി പറഞ്ഞാൽ നമുക്കിത് ഇവിടെ വച്ച് അവസാനിപ്പിക്കാം. ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ എനിക്ക് വാക്ക് തരണം, എൻ്റെ അലക്സിനെ ഇതിലേക്ക് വലിച്ചിടില്ല എന്ന്. ആരാണ് ഈ അലക്സ്? ഓ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടർ അലക്സ് ജോൺ. ഈ കഴിഞ്ഞ 5 മാസമായി എന്നെ പൊന്നുപോലെ നോക്കിയ എൻ്റെ സ്വന്തം അലക്സ്. ഓ, ഡോക്ടർ അലക്സ് ജോൺ. അയാളും നിങ്ങളുടെ കോമയും തമ്മിൽ എന്താ ബന്ധം? എന്താ ബന്ധമെന്ന്? എനിക്കെല്ലാം നഷ്ടമാകുമെന്ന് തോന്നിയ അവസ്ഥയിൽ, ഞാൻ ഡിപ്രഷനിലേക്ക് വഴുതി വീഴുമെന്ന് തോന്നിയ സമയത്ത് എനിക്ക് താങ്ങും തണലുമായി വന്ന ആളാണ് എൻ്റെ അലക്സ്. ഞങ്ങൾ മനസ്സ് തുറന്ന് പ്രണയിച്ചു. ഒടുവിൽ എൻ്റെ സ്വത്തിന് പുതിയ അവകാശികൾ വരുമെന്ന് കേട്ടപ്പോൾ എന്നെ സഹായിക്കാൻ അലക്സ് പറഞ്ഞു തന്ന ബുദ്ധിയാണ് ഈ കോമ. പ്രണയനൈരാശ്യം മൂലമെന്ന പേരിൽ ആത്മഹത്യ ചെയ്യാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ഓവർഡോസായി ഞാൻ അലക്സിൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ടെമ്പററി കോമ സ്റ്റേജിൽ പോകാനുള്ള മരുന്ന് കുത്തിവെച്ച് അലക്സ് എന്നെ മയക്കി കിടത്തി. എന്നിട്ട്
ആ 2 പെൺകുട്ടികളെ പറ്റി ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വീണ ഹോസ്പിറ്റലിൽ വന്ന് എന്നോട് പറയുമായിരുന്നു. ആ മണ്ടി അറിഞ്ഞിരുന്നില്ല അവൾ പറയുന്നതെല്ലാം അലക്സ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ആ 2 ജാരസന്തതികളുടെയും അഡ്രസ് എനിക്ക് കിട്ടി. എന്നിട്ട് പറ്റിയ തക്കം നോക്കി അലക്സ് എനിക്ക് കോമയിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള ഡോസേജ് കുത്തിവെക്കും. കോമയിൽ നിന്നും ഉണർന്ന ഞാൻ ആ 2നെയും തീർത്തു. നാശങ്ങൾ! എന്റെ സന്തോഷം നശിപ്പിക്കാൻ വന്ന 2നെയും ഞാൻ തീർത്തു. മിസ് വീണ, ഐ മസ്റ്റ് ആസ്ക് ദിസ്. നിങ്ങളുടെ പെർഫ്യൂമിന് നല്ല സുഗന്ധം. ഏതാണ് ബ്രാൻഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്? നീ ഒന്ന് സ്വപ്നത്തിൽ പോലും കേട്ടിട്ടില്ലാത്ത ബ്രാൻഡാണ് വിക്ടർ ആൻഡ് റോൾഫ്. സത്യം, സ്വപ്നത്തിൽ ഞാൻ ആ പേര് കേട്ടിട്ടില്ല, പക്ഷേ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു ഹനീഫ് സർ. മിസ് ബീന, നിങ്ങളോട് എനിക്ക് സോറി പറയണം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്നത് ഞങ്ങൾ പ്ലോട്ട് ചെയ്തൊരു നാടകമായിരുന്നു. അന്ന് ഞാൻ പറയാൻ പാടില്ലാത്തത് പലതും നിങ്ങളോട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. നാടകമോ? എനിക്ക് മനസ്സിലായില്ല. യെസ് ബീന, എല്ലാം ഈ ജീനിയസിന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു നാടകം. ഇപ്പോൾ കണ്ടില്ലേ 5 മാസമായി കോമയിൽ കിടന്ന വീണ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോ എന്റെ അനിയത്തി നിഷ? ദേ നിൽക്കുന്നു ആ നിഷ, വീണയോട് സംസാരിച്ചുകൊണ്ട്. അതെ, മായയായിരുന്നു നിഷയുടെ റോൾ ഗംഭീരമാക്കിയത്. സ്വത്താണ് ഈ കൊലപാതകങ്ങളുടെ പ്രധാന മോട്ടീവെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എല്ലാ സംശയങ്ങളും വന്നെത്തിയത് നിങ്ങളിലേക്കും വീണയിലേക്കുമായിരുന്നു. ആ കോമ സ്റ്റേജ് മാത്രമായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏക ബ്ലോക്കേജ്. നിഷ എന്നൊരു കുട്ടിയും കൂടി നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാൽ കൊലപാതകി വീണ്ടും വരും എന്നെനിക്കറിയാമായിരുന്നു. വെൽ, അറിയാമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഊഹിച്ചിരുന്നു. എന്തായാലും എൻ്റെ ഊഹം തെറ്റിയില്ല. പിന്നെ ആ ഡോക്ടർ അലക്സ് ജോൺ ഞങ്ങളുടെ കസ്റ്റഡിയിലാണിപ്പോൾ. അയാളും എല്ലാം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വീണയും അയാളും കൂടി താമസിച്ചിരുന്ന വീട് സെർച്ച് ചെയ്തപ്പോൾ 9mm ബുള്ളറ്റ് പാക്കറ്റ് കണ്ടുകിട്ടിയിട്ടുണ്ട്. വീണയെ സംശയിക്കാൻ തക്കതായ സ്ട്രോങ് റീസൺസ് ഉള്ളതുകൊണ്ടാണ് കമ്മീഷണർ സർ ഈ നാടകത്തിന് കൂട്ടുനിന്നത്. താങ്ക് യു സർ ഫോർ ഹെൽപ്പിംഗ് മീ. ഖമോൺ അനീഫ്, താൻ ഇത്ര കൺവിൻസ്ഡ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ എനിക്കറിയാം അതിൽ കാര്യമുണ്ടെന്ന്. അതാണ് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായത്. വെൽ, യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ്, റൈറ്റ്? വെൽ ഡൺ ഹനീഫ്, ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു ദുഷ്ടയാണല്ലോ നീ എനിക്ക് കൂടപ്പിറപ്പായി തന്നത്. നിങ്ങൾ ആ ദൈവത്തോട് നന്ദി പറയൂ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവരുടെ തനിനിറം മനസ്സിലായല്ലോ. ഇല്ല, അവൾ എത്ര ദുഷ്ടയാണെങ്കിലും എന്റെ കൂടപ്പിറപ്പാണ്. അവളെ ഇതിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവൾ മാത്രമേ ഉള്ളൂ എനിക്കിനി ഈ ലോകത്തിൽ. ബീന, നിങ്ങൾ നല്ലൊരു സ്ത്രീയാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. നിങ്ങളെപ്പോലുള്ളവർ മാത്രമേ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ എത്ര ശാന്തമാകുമായിരുന്നു നമ്മുടെ ഒക്കെ ജീവിതം. പക്ഷേ പടച്ചവൻ അതിന് സമ്മതിക്കില്ലല്ലോ. സ്വത്തിനു വേണ്ടി 2 അനിയത്തിമാരെ നിർദ്ദയം കൊന്നുകളഞ്ഞ വീണയെ നിങ്ങൾ പുറത്തിറക്കിയാൽ നിങ്ങളൊന്നോർക്കണം, പിന്നെ അവൾക്കും ആ പൂർണ്ണ സ്വത്തിനുമിടയിൽ നിങ്ങൾ മാത്രമേ ഒരു തടസ്സമായി ഉണ്ടാവൂ. All the very best, Bina. All the very best. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും
I'm blessed to have an opportunity to work with you. I learned a lot from you. Thank you, sir. Pleasure was all mine to work with you. You are smart, intelligent, brave, and beautiful too. A rare combination. Keep it up. Thank you, sir. ഇനി എന്നാണ് ഇതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യാനൊരു അവസരം ഉണ്ടാവുക? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്ന് വെച്ചാൽ അക്രമത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇപ്പോ എൻ്റെ ഭാര്യയും കുട്ടിയും പിക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അക്രമം എൻ്റെ വീട്ടിൽ നടക്കും. പടച്ചവനെ, എൻ്റെ ഓരോ കളികളെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിലുള്ള എൻ്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന റേഡിയോ നാടകത്തിൻ്റെ അവസാന ഭാഗം. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ DYSP ഹനീഫ് റാവുത്തർ, റോജി വർഗീസ്, SI മായ വർമ്മ, അതുല്യ ശ്രീജിത്ത്, ബീന നമ്പ്യാർ, ധന്യ സുജിത്, രാജി, സംഗീത മേനോൻ, സൈമൺ പീറ്റർ, ഫ്രാൻസി ജോസ്, കമ്മീഷണർ ലിബി ജേക്കബ്, ഡോക്ടർ അലക്സ് ജോൺ, ജെയ്മോൻ മേനാച്ചേരി, വീണ നമ്പ്യാർ, സിന്ധു പുന്നൂസ്, അയൽവാസി സോമൻ, ശംഭു ശ്രീകുമാർ. ശബ്ദമിശ്രണം മജോ കോടാലി. നിർമ്മാണം ജോർജ് ചീരൻ ആൻഡ് സിന്ധു പുന്നൂസ്. രചന സംവിധാനം ശംഭു ശ്രീകുമാർ.